Hi students, welcome back to SS Online class. Are you ready for the class? In previous classes, we are already discussed about the second chapter in our history, New Kings and Kingdoms. Today we will discuss the last topic in this chapter, inscriptions and text. After watching the class, reading the chapter carefully and if you have any doubts, ask me. Okay, let's start our class. Okay, let's start our class. Today we will discuss the last topic in the second chapter in our history, New Kings and Kingdoms. The inscriptions and text. ലിഖിതങ്ങളും പാഠങ്ങളും. Who could be a member of Sabha? The ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസ് ലേസ് ഡൗൺ. എന്താ, ആരാണ് ഒരു സഭയിൽ അംഗമാവുന്നത്? ഉത്തരമേരൂർ ലിഖിതങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ ഓൾറെഡി സഭയെക്കുറിച്ച് പറഞ്ഞ സഭ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഒരു സഭയിൽ മെമ്പർ ആവുന്നത് ആരാണ്? ദ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ലേസ് ഡൗൺ. ഉത്തരമേരൂർ ലിഖിതങ്ങൾ എന്താ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. All those who wish to become a member of the Sabha should be owner of land from which land revenue is collected. സഭയിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എന്താണ്, ഭൂമി വരുമാനം ശേഖരിക്കുന്ന ഭൂമിയുടെ ഉടമകളായിരിക്കണം. അപ്പോൾ അവർ സഭയിൽ അംഗങ്ങളാവണമെങ്കിൽ ഭൂമി വരുമാനം ശേഖരിക്കുന്ന ഭൂമിയുടെ ഉടമകൾ ആയെങ്കിൽ മാത്രമേ അവർക്ക് സഭയിൽ അംഗമാവാൻ സാധിക്കുകയുള്ളൂ. ദേ ഷുഡ് ഹാവ് ദെയർ ഓൺ ഹോംസ്. അവർക്ക് എന്താണ്, സ്വന്തമായി വീടുകൾ ഉണ്ടായിരിക്കണം. ദേ ഷുഡ് ബി ബിറ്റ്വീൻ 35 ആൻഡ് 70 ഇയേഴ്സ് ഓഫ് ഏജ്. അവർക്ക് 35നും 70നും ഇടയിലായിരിക്കണം അവരുടെ ഏജ്. ദേ ഷുഡ് ഹാവ് നോളജ് ഓഫ് ദി വേദാസ്. അവർക്ക് വേദങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കണം. They should be well versed in administrative matters and honest. അവർക്കെന്താ, ഭരണപരമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യവും സത്യസന്ധതയൊക്കെ ഉണ്ടായിരിക്കണം. ഇഫ് എനിവൺ ഹാസ് ബീൻ എ മെമ്പർ ഓഫ് എനി കമ്മിറ്റി ഇൻ ദി ലാസ്റ്റ് 3 years, he cannot become a member of another committee. എന്താ, കഴിഞ്ഞ 3 വർഷത്തിനിടെ ആരെങ്കിലും ഏതെങ്കിലും കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, എനിവൺ ഹൂ ഹാസ് നോട്ട് സബ്മിറ്റഡ് ഹിസ് അക്കൗണ്ട് ആൻഡ് ദോസ് ഓഫ് ഹിസ് റിലേറ്റീവ്സ് കനോട്ട് കോണ്ടസ്റ്റ് ദ ഇലക്ഷൻ. അപ്പോൾ അവർക്ക് മറ്റൊരു കമ്മിറ്റിയിൽ അംഗമാവാൻ സാധിക്കില്ല. പിന്നെ അക്കൗണ്ടുകൾ സമർപ്പിക്കാനോ പിന്നെ ആർക്കും അതേപോലെ അവരുടെ ബന്ധുക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും സാധിക്കില്ല. അപ്പം കഴിഞ്ഞ 3 വർഷത്തിനിടെ ആരെങ്കിലും ഏതെങ്കിലും കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു കമ്മിറ്റിയിൽ അംഗമാവാൻ കഴിയൂല. അതുപോലെ അക്കൗണ്ടുകൾ സമർപ്പിക്കാത്ത ആർക്കും അവരുടെ ബന്ധുക്കൾക്കൊന്നും ഈ അക്കൗണ്ട് സമർപ്പിക്കാത്തതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവരുടെ ആ സഭയിലുണ്ടല്ലോ നറുക്കെടുപ്പ്, അതിൽ മത്സരിക്കാനും സാധിക്കൂല. അപ്പോൾ അങ്ങനെയാണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നത്. ഒരു സഭയിൽ അംഗമാവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതിൽ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ്, all those who wish to become member of the Sabha should be owner of the land from which land revenue is collected. Second, they should have their own homes. Third, they should be between 35 and 70 years of age. Fourth, they should have knowledge of the Vedas. Next one, they should be well versed in administrative matters and honest. Next, if anyone has been a member of any committee in the last 3 years, he cannot become a member of another committee. Anyone who has not submitted his account and those of his relatives cannot the election. Do you think women participated in these assemblies? In your view, are lotteries useful in choosing members of committee?
ഈ അസംബ്ലീസിൽ വുമൺസ് പങ്കെടുത്തതായി നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇൻ യുവർ വ്യൂ ആർ ലോട്ടറീസ് യൂസ്ഫുൾ ഇൻ ചൂസിങ് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി. അപ്പോൾ എന്താ, ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാവാൻ ഈ ലോട്ടറി വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉപയോഗപ്രദമാണോ? അങ്ങനെ തിരഞ്ഞെടുത്താൽ കറക്റ്റായിട്ട് നല്ല മെമ്പേഴ്സിനെ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അത് രണ്ടും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് അതിനൊരു കറക്റ്റ് ആൻസർ കണ്ടെത്തുക. While inscriptions tell us about kings and powerful men, there is an excerpt from the Periyapuram, a 12th century Tamil work, which inform us about the lives of ordinary men and women. എന്താണ്, ഈ രാജാക്കന്മാരുടെയും അതേപോലെ ശക്തരായ പുരുഷന്മാരെ കുറിച്ചിട്ട് ലിഖിതങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അവരെ കുറിച്ചിട്ടൊക്കെ ലിഖിതങ്ങൾ പറയുന്നുണ്ടെങ്കിലും 12ാം നൂറ്റാണ്ടിലെ തമിഴ് കൃതിയായിട്ടുള്ള പെരിയാപുരത്തിൽ നിന്നൊരു ചെറിയൊരു ഭാഗം താഴെ പറയുന്നുണ്ട്. അവർ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ സാധാരണ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഈ പെരിയാപുരത്തിൽ പറയുന്നത്. കാരണം രാജാക്കന്മാരെയും ശക്തരായ ആളുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരെ കുറിച്ചിട്ട് 12ാം നൂറ്റാണ്ടിൽ പെരിയാപുരം എന്ന കൃതിയിൽ പറയുന്നത് സാധാരണ പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. On the outskirts of Adanur was a small hamlet of Pulayas, a name used for a social group considered outcast by Brahmanas and Vellalas. അദാനൂരിൽ എന്താ ഒരു സാധാരണ ഒരു ഉൾപ്രദേശത്ത് പുലയാസിൻ്റെ ചെറിയൊരു കുഗ്രാമം ഉണ്ടായിരുന്നു. അപ്പം അദാനൂരിൻ്റെ ഒരു ഉൾപ്രദേശം, ഒരു ഉള്ളിലുള്ളൊരു ഏരിയയിൽ എന്താണ് പുലയന്മാരുടെ ചെറിയൊരു കുഗ്രാമം. പുലയന്മാർ പറഞ്ഞാൽ ആരാണ്? എ നെയിം പുലയാസ് എന്നുള്ള നെയിം എ നെയിം യൂസ്ഡ് ഫോർ എ സോഷ്യൽ ഗ്രൂപ്പ് കൺസിഡർഡ് ഔട്ട്കാസ്റ്റ് ബൈ ബ്രാഹ്മണാസ് ആൻഡ് വെള്ളാലാസ്. എന്താ, ബ്രാഹ്മണരും വെള്ളാലകളും അല്ലാതെ ബ്രാഹ്മണരല്ലാതെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ആ കാസ്റ്റിലൊന്നും അല്ലാത്ത പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് പുലയാസ് എന്ന് പറയുന്നത്. Studded with small huts under old thatches and inhabited by agrarian laborers engaged in manual occupations. എന്താണ്, പഴയ കുടിലുകളിൽ ചെറിയ കുടിലുകൊണ്ട് അലങ്കരിക്കുക. അതുപോലെ അവർ കർഷക തൊഴിലാളികളൊക്കെ വസിക്കുന്നത് എവിടെയാണ്? എൻഗേജ്ഡ് ഇൻ മാനുവൽ ഓക്കുപ്പേഷൻ. അവർ കൂടുതലായിട്ടും കർഷക ജോലികളാണ് ചെയ്തിരുന്നത്. ഇൻ ദ ത്രിഷോൾസ് ഓഫ് ദി ഹട്ട്സ് കവേർഡ് വിത്ത് സ്ട്രിപ്സ് ഓഫ് ലെതർ. അപ്പോൾ അവരുടെ കുടിലുകൾ എന്തുകൊണ്ടാണ് അലങ്കരിക്കുന്നത്? പഴയ കുടിലുകൾ ചെറിയ കുടിലുകൊണ്ട് അലങ്കരിച്ചു. കൂടാതെ എന്താ, കർഷക തൊഴിലാളി വസിക്കുന്ന ലെതർ സ്ട്രിപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ കുടിലുകൾ, ലെതർ സ്ട്രിപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ കുടിലുകളും. പിന്നെ ലിറ്റിൽ ചിക്കൻ മൂവ്ഡ് അബൌട്ട് ദ ഇൻ ഗ്രൂപ്പ്. ഡാർക്ക് ചിൽഡ്രൻ ഹൂ വേർ ബ്രേസ്ലെറ്റ് ഓഫ് ബ്ലാക്ക് അയൺ വേർ പേഴ്സിങ് അബൌട്ട് ക്യാരിങ് എ ലിറ്റിൽ പപ്പിൻസ്. അപ്പോൾ ഫസ്റ്റ് അവരുടെ ലൈഫ് പറഞ്ഞിട്ടുള്ളത് അദനാരൂരിലെ ഒരു ഉൾപ്രദേശത്ത് പുലയാസിൻ്റെ ചെറിയൊരു കുഗ്രാമം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണ്, പഴയ കുടിലുകളിൽ ചെറിയ കുടിലുകളൊക്കെ കെട്ടി അലങ്കരിച്ചിട്ടൊക്കെയാണ് അവരവിടെ താമസിച്ചിരുന്നത്. പിന്നെ കർഷക തൊഴിലാളികൾ വസിക്കുന്നത് ലെതർ സ്ട്രിപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ കുടിലുകളിലായിരുന്നു. പിന്നെ അവിടുത്തെ ഉമ്മരപ്പടിയിൽ എന്താ, സ്ട്രിപ്പ് ലെതർ ലിറ്റിൽ ചിക്കൻ മൂവ്ഡ് അബൌട്ട് ഇൻ ഗ്രൂപ്പ്. അവിടുത്തെ ഉമ്മരപ്പടിയിൽ ചെറിയ ഇങ്ങനെ കോഴികളുണ്ടല്ലോ, കൂട്ടമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഡാർക്ക് ചിൽഡ്രൻ ഹൂ വേർ ബ്രേസ്ലെറ്റ് ഓഫ് ബ്ലാക്ക് അയൺ വേർ പ്രാൻസിങ് അബൌട്ട് ക്യാരിങ് ലിറ്റിൽ പപ്പീസ്. എന്താ, കറുത്ത ഇരുമ്പിൻ്റെ വളകൾ ധരിച്ചിട്ടുള്ള
ഇരുണ്ട കുട്ടികൾ, കറുത്ത ഇരുമ്പിൻ്റെ വളകൾ ധരിച്ച കറുത്ത കുട്ടികൾ തന്നെയാണ് അവരെന്താ ചെയ്യുന്നത്, ചെറിയ നായക്കുട്ടികളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് പോകുന്നുണ്ട്. ഇൻ ദി ഷെയ്ഡ് ഓഫ് മരുടു ട്രീസ്. അപ്പോൾ എന്തിൻ്റെ കീഴിൽ താഴെയായിട്ട് മരുടു ട്രീ, മരുടു മീൻസ് അർജുന മരത്തിൻ്റെ താഴെയായിട്ട് എ ഫീമെയിൽ ലേബർ പുട്ട് ഹെർ ബേബി ടു സ്ലീപ്പ് ഓൺ ഷീറ്റ് ഓഫ് ലെതർ. There were mango trees from whose branches drums were hanging. എന്താ ഈ അർജുന മരട് മരങ്ങളുണ്ടല്ലോ, ഈ മരട് മരത്തിൻ്റെ തണലിലായിട്ട് ഒരു സ്ത്രീ തൊഴിലാളി എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ കുഞ്ഞിനെ ഒരു തുകൽ ഷീറ്റിലൊക്കെ കിടത്തി ഉറക്കുന്നുണ്ട്. അവിടെ എന്തുണ്ട്, മാംഗോ ട്രീയിലെ ബ്രാഞ്ചസ് ഇല്ലേ, മാംഗോ ട്രീയിലെ ശാഖകളിൽ ഡ്രംസ് തൂക്കിയിട്ടിരിക്കുന്നു. അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു തുകൽ ഷീറ്റിലാണ് ഒരു പണിക്ക് പോകുന്ന ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഉറക്കുന്നത് ഒരു തുകൽ ഷീറ്റിലാണ്, ഒരു മരത്തിൻ്റെ തണലിൽ തുകൽ ഷീറ്റിൽ ഉറക്കുകയാണ്. അവിടെ തന്നെ ഒരു മാംഗോ ട്രീൻ്റെ ബ്രാഞ്ചസിൽ എന്താ ഡ്രംസൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. And under the coconut palms a little hollows on the ground, tiny headed bitches day after whelping. അപ്പം എന്താ അതുപോലെ തന്നെ തെങ്ങോലയിൽ നിന്ന് നിലത്ത്, തെങ്ങോലകളില്ലേ അതിലെ നിലത്ത് ചെറിയ പൊള്ളയിൽ എന്താണ്, ചെറിയ തലയുള്ള പെൺപട്ടികൾ അവർ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. The red crested cocks crowded before dawn, calling the brawny പുലയർ to their day's work. ഇപ്പം എന്താ, പ്രഭാതത്തിന് മുമ്പ് തന്നെ ചുവന്ന ചിറകുള്ള കോഴികൾ അന്നത്തെ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പുലയരെ വിളിക്കുകയാണ്, രാവിലെ തന്നെ വിളിച്ചുണർത്താണ്. പുലയാർ മീൻസ് പുലയാസിൻ്റെ പ്ലൂരൽ ബഹുവചനാണ് പുലയർ. ഇൻ ടു ദെയർ ഡേസ് വർക്ക്, അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ രാവിലെ തന്നെ വിളിച്ചുണർത്താണ് ചെയ്യുന്നത്. ആൻഡ് ബൈ ഡേ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് കാഞ്ചി ട്രീ സ്പ്രെഡ് ദ വോയിസ് ഓഫ് ദി വേവി ഹെയർഡ് പുലയ വുമൺ സിംഗിങ് ആസ് ദ വേർ ഹസ്കിങ് പാഡി. എന്താണ്, ഈ കാഞ്ചി മരത്തിൻ്റെ തണലിൽ എന്താണ് അലകളുള്ള മുടിയുള്ള എന്നൊക്കെ പറയില്ല നമ്മൾ, അത് പുലയ സ്ത്രീകൾ എന്താ നെല്ലിങ്ങനെ തൊടുമ്പോഴൊക്കെ അവർ ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം അവരുടെ ലൈഫ് പറയുന്നത് എന്താ, അവർ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവർ. കാരണം ബ്രാഹ്മണരും വെള്ളാലാസും ഒക്കെ അല്ലാത്ത കീഴ് ജാതിയിലുള്ള ഔട്ട്കാസ്റ്റിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, സാധാരണ രീതിയിൽ ഒരു അത്രയും പാവപ്പെട്ട രീതിയിൽ അവർ ശരിക്കും കഷ്ടപ്പെട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു പെരിയാപുരം എന്ന ഇൻസ്ക്രിപ്ഷൻ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് നിന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താ, ഇൻഫോം ആസ് അബൌട്ട് ദ ലിവ്സ് ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വുമൺ, സാധാരണ പുരുഷനും സ്ത്രീയും താമസിക്കുന്നത് എങ്ങനെ, അവരുടെ ലൈഫ് എങ്ങനെയെന്നാണ് പറഞ്ഞത്. അത് എന്താണ് ശരിക്കും ഒരു ഓർഡിനറി ആയിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ചൈന അണ്ടർ ദ ടാങ് ഡൈനാസ്റ്റി. In China, an empire was established under the Tang dynasty, which remained in power for about 300 years from the 7th to the 10th century. എന്താ ചൈനയിലുണ്ടായിരുന്ന എംപയർ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എംപയർ എന്താ, ടാങ് ഡൈനാസ്റ്റി. ചൈനയിലുള്ളതാണ് ടാങ് ഡൈനാസ്റ്റി. അത് എത്ര വർഷത്തോളം പവർ ഉണ്ടായിട്ടുണ്ട്, 300 ഇയേഴ്സ്, അതായത് 7th to 10th സെഞ്ചുറി വരെ നിലനിന്നിരുന്ന ഒന്നായിരുന്നു ടാങ് ഡൈനാസ്റ്റി. ഇറ്റ്സ് ക്യാപിറ്റൽ സിയാം വാസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് സിറ്റീസ് ഇൻ ദി വേൾഡ്. അവരുടെ ക്യാപിറ്റലായിരുന്ന സിയാൻ വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിരുന്നു. വിസിറ്റഡ് ബൈ തുർക്സ്, ഇറാനിയൻസ്, ഇന്ത്യൻസ്, ജപ്പാനീസ് ആൻഡ് കൊറിയൻസ്. അവിടെ ആർക്ക് വിസിറ്റ് ചെയ്തിരുന്നു, തുർക്സ്, ഇറാനിയൻസ്, ഇന്ത്യൻസ്, ജപ്പാനീസ് ആൻഡ് കൊറിയൻസ് ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു. The Tang Empire was administered by a bureaucracy recruited through an examination, which was open to all who wished to appear for it. എന്താ അവരുടെ ടാങ് എംപയറിൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണം നടത്തുന്നത് എങ്ങനെയാണ്, ബ്യൂറോക്രസി റിക്രൂട്ടഡ് ത്രൂ ആൻ എക്സാമിനേഷൻ. ഒരു ബ്യൂറോക്രസിയാണ്
ഭരണം നടത്തിയിരുന്നത്. അതെങ്ങനെയാണ്? ബ്യൂറോക്രസി തിരഞ്ഞെടുക്കുന്നതിനെ ഒരു പരീക്ഷയിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ട് അതിൽ പാസ്സാവുന്ന ഒരു ബ്യൂറോക്രസിയാണ് അവിടെ ഭരണം നടത്തുന്നത്. എന്താ, ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിൽ കടന്നു ചെല്ലാനും അതിലൂടെ ആ എക്സാമിലൂടെ പാസ്സായിട്ട് ബ്യൂറോക്രസിയിൽ അംഗമായാണ്ട് അഡ്മിനിസ്ട്രേഷനിൽ ഭാഗമാകാനൊക്കെ അവർക്ക് സാധിക്കുന്നു. ദി സിസ്റ്റം ഓഫ് സെലക്ടിങ് ഒഫീഷ്യൽ റിമൈൻഡ് ഇൻ പ്ലേസ് ഓഫ് വിത്ത് സം ചേഞ്ചസ് ടിൽ 1911. 1911 വരെ ഈ രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതായിരുന്നു അവർ ചെയ്തിരുന്നത്. കാരണം ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാലും ഇങ്ങനെ എക്സാം നടത്തിയിട്ട് അതിലൂടെ ബ്യൂറോക്രസിയെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേഷൻ 1911 വരെ ഉണ്ടായിരുന്നത്. In what was the system different from those prevalent in the Indian subcontinent? ഈ ടാങ് ഡൈനാസ്റ്റി നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എത്തുമ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത്? നമ്മൾ ഇന്ത്യയിൽ എന്താണ്, നമ്മൾ ചോള എംപയറൊക്കെ പഠിച്ചില്ലേ? അതിലൊക്കെ എന്താ, ഓൾറെഡി ഭരണം നടത്തുന്നത് ഏത് ഡൈനാസ്റ്റിയാണോ ആ എംപയർ ഏതാണോ അതിലെ കിങ് ആണ് ഭരണം നടത്തുന്നത്. ആ രാജാവ് ഭരണം നടത്തും. ദെൻ അതിൽ ഒരാൾക്ക് കടന്നു ചെല്ലാനോ മറ്റൊരാൾക്ക് ഭരണം നടത്താനൊന്നും സാധിക്കില്ല. എന്താ, അവരുടെ ജനറേഷനിലേക്ക് തന്നെ ഭരണം നടത്തുന്നത് രാജരാജ, പിന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര, അങ്ങനെ മാറില്ല. അങ്ങനെ അവരുടെ ജനറേഷനിലേക്ക് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഇൻ അവർ ഇന്ത്യ the whole of the dynasty was ruled by the king. The rule continued for generations. എന്താ, അവരുടെ ജനറേഷൻസിലേക്ക് തന്നെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ടാങ് ഡൈനാസ്റ്റിയിൽ അങ്ങനെയല്ല. അവർ എക്സാമിനേഷൻ ചെയ്തിട്ട് ബ്യൂറോക്രസി റിക്രൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? If you have any doubts, ask me. No problem. Okay. Bye. But today, in our last class, in our second chapter, history chapter is over. Okay. Bye, you all.